നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. രാഹു ഇപ്പോൾ ചതയം നക്ഷത്രത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ശതഭിഷ എന്നാണ് ചതയം നക്ഷത്രത്തിന്റെ സംസ്കൃത നാമം. രാഹുവിന്റെ ചതയം നക്ഷത്രത്തിലേക്കുള്ള പ്രവേശം ഗുണഫലങ്ങളാണ് നൽകുക. അതായത് രാഹുവിന്റെ സ്വന്തം നക്ഷത്രമാണ് ശതഭിഷ അഥവാ ചതയം നക്ഷത്രം. അതുകൊണ്ട് തന്നെ ഏതാനും നക്ഷത്രക്കാർക്ക് രാഹുവിന്റെ ഈ ശക്തമായ അവസ്ഥ വളരെയേറെ ഗുണപ്രദമാണ്. അത് ആർക്കൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത്. 3 രാശിക്കാർക്ക് ധനപരമായും മറ്റു തരത്തിലും ഒട്ടേറെ ഗുണങ്ങൾ നൽകുന്നതാണ് രാഹുവിന്റെ ചതയം നക്ഷത്രത്തിലേക്കുള്ള പ്രവേശം. അതായത് രാഹു അതിശക്തനായി എന്ന അർത്ഥം. ശതഭിഷ അഥവാ ചതയം നക്ഷത്രത്തിന്റെ അധിപനായിട്ടുള്ള രാഹു നിഗൂഢതയും ക്രൂരതയും ഒക്കെയുള്ള ഗ്രഹമായിട്ടാണ് പറയുന്നത്. ഈ സംക്രമത്തിന്റെ ഫലങ്ങൾ ആർക്കൊക്കെയാണ് ഗുണം ചെയ്യുന്നത്, എന്തൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. 2026 ഓഗസ്റ്റ് 2-ാം തീയതി വരെയാണ് ഈ ഒരു രാഹുവിന്റെ ചതയം നക്ഷത്രത്തിലുള്ള സ്ഥിതി തുടരുന്നത്. രാഹുവിനെ ചതയം നക്ഷത്രത്തിലെ സ്ഥിതി കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ് 3 രാശിക്കാർക്ക്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. നമുക്ക് അത് ആർക്കൊക്കെയാണ് എന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യമായി നമുക്ക് ക്രമത്തിൽ തന്നെ പരിശോധിക്കാം. മിഥുനം രാശിക്കാർക്ക് അത് ഗുണപ്രദമാണ്. മിഥുനം രാശിക്കാർക്ക് കഠിനാധ്വാനത്തിന്റെ തുല്യമായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കുന്നതിന് സാഹചര്യം ഒരുക്കും. തൊഴിലിൽ പുരോഗതി ഉണ്ടാകുന്നതാണ്. ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. മുടങ്ങിക്കിടന്ന തൊഴിലുകളൊക്കെ പൂർത്തിയാക്കും. ജീവിത പങ്കാളിയുമായി നല്ല സമയം ചെലവഴിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. സന്താനങ്ങളെ കുറിച്ചുള്ള ആശങ്കകളൊക്കെ മാറിക്കിട്ടുന്നതാണ്. അടുത്തത് കർക്കിടകം രാശിക്കാർക്കാണ് ഗുണപ്രദം. കർക്കിടകം രാശിക്ക് 8-ാം ഭാവത്തിലേക്കാണ് രാഹു എത്തുന്നത്. മുൻപ് പറഞ്ഞ മിഥുനം രാശിക്കാർക്ക് 9-ാം ഭാവത്തിലേക്കാണ് എത്തിയിരുന്നത്. കർക്കിടകം രാശിക്കാർക്കും രാഹു സ്വന്തം നക്ഷത്രമായിട്ടുള്ള ചതയം നക്ഷത്രത്തിലേക്ക് കുംഭം രാശിയിലേക്ക് എത്തുന്നത് ഗുണപ്രദമാണ്. വലിയ വലിയ പദ്ധതികൾ തൊഴിലിൽ ആവിഷ്കരിക്കാനും വലിയൊരു പദ്ധതിയുടെ ഭാഗമായി തൊഴിൽ ചെയ്യുന്നവർക്ക് പ്രവർത്തിക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. ബിസിനസ് ചെയ്യുന്നവർക്കും വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. നല്ല ലാഭവും അവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ജോലിയിലൊക്കെ ശമ്പള വർധന ഉണ്ടാകും. തൊഴിലിൽ ഉദ്യോഗ കയറ്റവും ഉണ്ടാകുന്നതാണ്. അടുത്തത് നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലത്തെ നോക്കാം. കുംഭക്കൂറുകാർക്കാണ് ഏറ്റവും കൂടുതൽ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കുന്നത്. കുംഭം രാശിയിലാണ് രാഹു നിൽക്കുന്നത്. രാഹു ഏത് രാശിയിൽ നിന്നാലും അലർജി, അപവാദങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. എന്നാൽ ഇവിടെ കുംഭം രാശിയിൽ രാഹു സ്വന്തം നക്ഷത്രമായിട്ടുള്ള ചതയം നക്ഷത്രത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കുംഭക്കൂറുകാർക്ക് ഈ സമയത്ത് വളരെ ഗുണപ്രദമായിട്ടുള്ള ഫലങ്ങളും നൽകും. വിജയം കുംഭക്കൂറുകാരെ തേടിയെത്തുന്നതാണ്. ഇവർക്ക് പ്രണയ ജീവിതവും കുടുംബ ജീവിതവും അഥവാ ദാമ്പത്യ ജീവിതവും ഒക്കെ വളരെയേറെ ഗുണപ്രദമാണ്. പ്രണയ വിവാഹത്തിനുള്ള ആഗ്രഹ സാഫല്യമൊക്കെ നടക്കുന്ന സമയമാണ്. എല്ലാ കാര്യത്തിലും വലിയൊരു ശുഭകരമായിട്ടുള്ള തുടക്കം ഉണ്ടാകാവുന്ന സമയമാണ്. വിശേഷിച്ച് രാഹുവിന്റെ സ്വന്തം നക്ഷത്രമായിട്ടുള്ള ചതയ നക്ഷത്രക്കാർക്കും ഇത് കൂടുതൽ ഗുണപ്രദമാണ്. രാഹുവിന്റെ നക്ഷത്രങ്ങളിൽ വരുന്ന തിരുവാതിര നക്ഷത്രക്കാർക്കും ചോതി നക്ഷത്രക്കാർക്കും ഇത് ഒരുപോലെ ഗുണപ്രദമാണ്. ഈ പറഞ്ഞ രാശിക്കാരും നക്ഷത്രക്കാരും ഒക്കെ അതുകൊണ്ട് തന്നെ സാഹചര്യത്തെ ഗുണപ്രദമാക്കി മാറ്റാനുള്ള കഠിന പ്രവർത്തനം ചെയ്യുക. അതോടൊപ്പം 4 ജന്മസംഖ്യയായിട്ടുള്ളവർക്കും രാഹു സ്വന്തം നക്ഷത്രത്തിലേക്ക് വരുന്നത് ഗുണപ്രദമാണ്. അതായത് 4-ാം തീയതി, 13-ാം തീയതി, 22-ാം തീയതി, 31-ാം തീയതി എന്നീ ദിവസങ്ങളിലൊക്കെ ജനിക്കുന്നവരുടെ ജന്മസംഖ്യ 4 ആണ്. അപ്രകാരം 4 ജന്മസംഖ്യ ആയിട്ടുള്ളവർക്കും രാഹുവിന്റെ ഈ സ്വനക്ഷത്രത്തിലേക്കുള്ള സംക്രമണം വളരെയേറെ ഗുണപ്രദമാണ്. 2026 ഓഗസ്റ്റ് 2-ാം തീയതി വരെയാണ് രാഹുവിന്റെ ഈ സ്ഥിതി. അതുകൊണ്ട് തന്നെ ഈ സമയം വരെയും ഈ ഒരു ഫലം ഏവർക്കും ഗുണപ്രദമാണ്. എല്ലാവർക്കും അതിന്റെ പ്രയോജനം ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള ജ്യോതിഷ വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.